നമസ്കാരം. ഞാൻ ബ്രഹ്മമുഹൂർത്ത വീഡിയോ ചെയ്തപ്പോഴേ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എൻ്റെ പൂജാമുറി ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പൂജാമുറിയുടെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ, ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു പൂജാമുറി ആയിട്ട് അങ്ങനെ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾക്കാരടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു പൂജാ റൂം ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുപാട് ഡിസൈൻസൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തത്. കാരണം നമ്മൾ ഹോളിന് അത്ര സ്പേസ് ഇല്ല, ഡൈനിങ്ങും സോഫയും കൂടെ ഇടുമ്പോൾ സ്പേസ് കുറയും. അപ്പോൾ അതും ഒരുപാട് കൺജസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി നോക്കി അങ്ങനെയാണ് ഈ പൂജാമുറി സെറ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ പൂജാമുറി എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ പൂജാമുറി. ഇവിടെ എണ്ണയും തിരിയും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനെ തുറന്ന് അതിൻ്റെ അകത്തൊക്കെ കുറച്ച് സാധനങ്ങളും. പിന്നെ പൂജാമുറി ആദ്യം ഞാൻ വെച്ചത് വിഘ്നേശ്വര ഭഗവാന്റെ ഫോട്ടോയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ പാല് വെച്ചുന്ന സമയത്ത് ഒരുപാട് പേരെടുത്ത് അന്വേഷിച്ചാണ് ഓരോരോ ഫോട്ടോകൾ, ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചാണ് ഞാൻ ഓരോരോ ഫോട്ടോസും മേടിച്ചത്. എങ്ങനത്തെ ഫോട്ടോസ് വീട്ടിൽ വെച്ചാലാണ് ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പേര് സജഷൻസൊക്കെ പറഞ്ഞാണ് ഞാൻ ഓരോ ഫോട്ടോസും മേടിച്ച് വെച്ചിട്ടുള്ളത്. ആദ്യം വിഘ്നേശ്വര ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, പിന്നെ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും ഫോട്ടോയും വെച്ചിട്ടുള്ളത്. പിന്നെ ശിവകുടുംബം വയ്ക്കും. അപ്പോൾ എനിക്ക് കിട്ടിയത് പാർവതി ദേവിയുടെയും ശിവഭഗവാന്റെ ഫോട്ടോയാണ്. പിന്നെ സരസ്വതി ദേവിയുടെ ഫോട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ഒരുപാട് അന്വേഷിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയൊരു ഫോട്ടോയാണ് മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മി ദേവിയുടെയും ഫോട്ടോ. ഒരിക്കലും അങ്ങനെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ആയിട്ട് മാത്രമോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ ആയിട്ട് മാത്രമോ വയ്ക്കാതെ ഇതേപോലെ രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുന്ന ഫോട്ടോ വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരുപാട് അടുത്ത് അന്വേഷിച്ച് എനിക്ക് ഈ ഫോട്ടോ കിട്ടിയത്. എനിക്ക് അത് ഈ ഫോട്ടോ കൈ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, ഈ ഒരു ഫോട്ടോ കൈ കിട്ടിയ സമയത്ത് തന്നെ. പിന്നെ മുരുകസ്വാമിയുടെ ഫോട്ടോ, അതേപോലെ തന്നെ മുരുകസ്വാമിയുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ വയ്ക്കുന്നതിനേയും കാട്ടി ഇതേപോലെ ഭാര്യമാരുമായിട്ടുള്ള ഫോട്ടോ വയ്ക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷഷ്ഠവ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഫോട്ടോ വെച്ചാണ് ഞാൻ പൂജിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോ വെച്ചാൽ വീട്ടിൽ ഐശ്വര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയത്, ഞാൻ മേടിച്ചതും. പിന്നെ അടുത്ത് തന്നെ ഞാൻ വിളക്ക്, ലക്ഷ്മി ദേവിയുടെ അടുത്ത് തന്നെ ലക്ഷ്മി വിളക്ക് വച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രോഹിണി നക്ഷത്രമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ദൈവമാണ് എൻ്റെ കൃഷ്ണൻ. അങ്ങനെ എൻ്റെ കൃഷ്ണ ഭഗവാനും വെച്ചിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി ദേവിയുടെ അടുത്തായിട്ട് തന്നെ ഞാൻ ലക്ഷ്മി വിളക്കം കത്തിക്കുന്നത്. ഞാൻ ദിവസം 3 വിളക്കാണ് കത്തിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ അടുത്തായിട്ട് ലക്ഷ്മി വിളക്കും, പിന്നെ നിലവിളക്കും കുബേരസ്വാമിക്കുള്ള വിളക്കുമാണ് ഞാൻ ഡെയിലി കത്തിക്കുന്നത്. പിന്നെ അതിൻ്റെ ഭഗവാന്റെ അടുത്തായിട്ട് തന്നെ ഗോമാതാവിൻ്റെ ഒരു വിഗ്രഹം മേടിച്ചിട്ടുണ്ട്. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ ഇരിക്കിൻ്റെ ഗണപതി വീട്ടിൽ വെക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് എനിക്ക് കിട്ടിയതാണ് ഇരിക്കിൻ്റെ ഭഗവാന്റെ വിഗ്രഹം. അങ്ങനെ ഭഗവാന്റെ വിഗ്രഹം. പിന്നെ അതിൻ്റെ അടുത്ത് പാല് വെച്ച സമയത്ത് കയറിയപ്പോൾ പണപ്പെട്ടിയായിട്ട് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ച അതിൽ കുറച്ച് ചില്ലറ അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ അകത്ത്. പിന്നെ ഇത് അന്നപൂർണേശ്വരി ദേവി, അരിയിൽ അന്നപൂർണേശ്വരി ദേവിയെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മഞ്ഞൾ ഞാൻ വാരാഹി അമ്മയുടെ അമ്പലത്തിൽ, ട്രിവാൻഡ്രത്തുള്ള വാരാഹി അമ്മ അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് പ്രസാദമായിട്ട് തന്നതാണ് ഈ മഞ്ഞൾ. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഭഗവാന്റെ ഒരു വിഗ്രഹമാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ മേടിച്ചതാണ്. പിന്നെ ഇത് കുടുംബദേവതയ്ക്കുള്ള ചെമ്പാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, അത് ദിവസം വയ്ക്കും. പിന്നെ ഇതെൻ്റെ ആറ്റുവലമ്മയുടെ ഫോട്ടോയുടെ മുമ്പിലായിട്ട് ഒരു ചെറിയ ഒരു ചുവന്ന പട്ടിൽ ആണ് ഞാൻ വലംപിരി ശംഖ് വെച്ചിട്ടുള്ളത്. അതിൽ വലംപിരി ശംഖ് മാത്രമായിട്ട് വെച്ചിട്ടില്ല, അതിൽ കുറച്ച് വെള്ളവും തുളസിയും കൂടി ഇട്ടാണ് വലംപിരി ശംഖ് വയ്ക്കാനുള്ളത്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയുടെ മുമ്പിലായിട്ട് മഞ്ഞളും കുങ്കുമമായിട്ട് ഒരു കുഞ്ഞ് ടിന്നിലും ഒരു കുഞ്ഞ് പാത്രത്തിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുബേരസ്വാമിയുടെ അടുത്തായിട്ടാണ് ഈ കുബേര പോട്ട് വെച്ചിട്ടുള്ളത്. കുബേര പോട്ടിൽ അരിയും ചിലത് 3 തട്ടുണ്ട്, ചിലത് 6, 7 തട്ടുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ മുമ്പ് വെച്ചിട്ടുള്ളത്
7 തട്ടുള്ളതായിരുന്നു. ചെറിയൊരു കുടം പോലത്തെ ആയിരുന്നു. പിന്നെ അത് മാറ്റി പിന്നെയാണ് ഞാൻ ഈ കുബേര പോട്ട് മേടിച്ചത്. ഇതെങ്ങനെയാണ് ഞാൻ ഒരുക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം. അപ്പോൾ ഇതാണ് എൻ്റെ പൂജാമുറി. ഇത്രയാണ് എൻ്റെ പൂജാമുറി ഉള്ളത്. അപ്പോൾ ഇത് വിളക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ അടയ്ക്കും. ഇതാണ് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ഒരുക്കിയ എൻ്റെ ഒരു പൂജാമുറിയാണിത്. ഇവിടെ വന്ന് ഡെയിലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും ഭഗവാന്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു പോസിറ്റീവാണ്. അങ്ങനൊരു ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമസ്കാരം.